ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ എന്നെ എണ്ണീപ്പിച്ചത് നമ്മുടെ പിത്താണ് കേട്ടോ. അവൻ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുന്ന കണ്ടാലേ ഞാൻ പെട്ടെന്ന് എണ്ണീക്കും. പിന്നെ എനിക്ക് നല്ലൊരു ചുമയും വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എണ്ണീറ്റ് ഇനിയിപ്പോൾ കിടന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അങ്ങനെ എന്തായാലും ഞാനിനി എണ്ണീറ്റ് പോയി വീട്ടിലെ പണിയൊക്കെ ചെയ്തിട്ട് അമ്മയൊന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവില്ല, അതുകൊണ്ട് ഞാനൊന്ന് എണ്ണീറ്റ് പോയി കാര്യം ചെയ്യാൻ. അപ്പോൾ ഇന്നലെ ഞാൻ പനി പിടിച്ച വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വ്ളോഗ് ഇട്ടപ്പോഴത്തേനും അതിന് ചിലർക്കൊക്കെ കുറച്ച് പ്രശ്നം എന്താണെന്നറിയോ, ഞാൻ നിങ്ങളെയൊക്കെ ഇങ്ങനെ പനി പിടിച്ചതൊക്കെ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് ചില നല്ല വ്യക്തിത്വങ്ങൾ പറഞ്ഞു. ഇവരോടൊക്കെ എന്ത് പറയാനല്ലേ, നമ്മൾ ഡെയിലി വ്ളോഗ് ഇടുന്ന ആൾക്കാരാണ്. ഞാൻ ഏകദേശം ഒരു 4-5 മാസമായിട്ട്, 4-5 മാസമല്ല, ഏകദേശം 1 വർഷം ആവാൻ പോകുന്നു. ആ ഒരു ടൈം തൊട്ട് ഞാൻ ഡെയിലി നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഞാനിപ്പോൾ ഒരു കാര്യം നടന്നപ്പോൾ അത് തന്നെ എടുത്തിട്ട് വ്ളോഗ് ഇടുന്ന ഒരാളൊന്നും അല്ല. അപ്പോൾ പനി എല്ലാവർക്കും ഇടയ്ക്കൊക്കെ വരും, ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടൊക്കെ വരും. അതിൻ്റെ ഇടയ്ക്കൊരു പനി വന്നപ്പോൾ ഞാനത് കാണിച്ചൊരു വീഡിയോ ഇട്ടു. അതിത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതൊക്കെ ഒരു പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗമായിട്ടാണോ കണ്ടേക്കുന്നത്? അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് 1 രൂപ പോലും അതിൽ നിന്ന് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഞാൻ ഡെയിലി വ്ളോഗ് ഇടാറുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതെനിക്കൊരു ചെറിയ പാഷൻ പോലെ തന്നെയാണ് ഞാൻ കൊണ്ട് നടക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ പറയുന്നവരോടൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇന്നെന്തായാലും രാവിലെ എണീറ്റ് ഞാനും രാഹുലേട്ടനും ചായയൊക്കെ കുടിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു രാഹുലേട്ടൻ വീട്ടിലെ പണിയൊന്നും ചെയ്യത്തില്ലെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് അടുക്കളയിലൊക്കെ വന്നിട്ട്. അപ്പോൾ പുള്ളി തന്നെ കുടിച്ച ഗ്ലാസ്സൊക്കെ കഴുകി വെച്ചിട്ട് അവിടെ മാറിയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇച്ചിരി പുട്ടുണ്ടാക്കാമെന്ന് കരുതി. അപ്പോഴത്തേനും നമ്മുടെ പിത്തു എണ്ണീറ്റ് എൻ്റെ തോളത്ത് കയറിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് കറണ്ടും പോയിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യാനല്ലേ, കറണ്ട് വരിക പോവുക, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം ഞാൻ പുട്ടൊക്കെ നിറച്ച് പുട്ടുകുറ്റി വെച്ചു. നമ്മുടെ പുട്ടൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കഴിക്കണം. അതിന് ഞാനാണെങ്കിൽ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം ചായ ഉണ്ടാക്കണം. പുട്ടിൻ്റെ കൂടെ ചായ കിട്ടിയില്ലെങ്കിൽ രാഹുലേട്ടന് പറ്റൂല. അപ്പോൾ അടുക്കളയിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. പുള്ളി എന്നോട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പുട്ടും കടലയും കൊടുത്തു. അതിനുശേഷം ചായയും കൊടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ പിത്തുവിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, അവൻ ഈ ഫോൺ നോക്കിയിരിക്കുന്ന കുറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കുകയാണ്. അപ്പോൾ അതിലൊന്നാണ് ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഒരു കളിപ്പാട്ടം. ഈ ഒരു കാർ ഇങ്ങനെ ലൈറ്റൊക്കെ കത്തി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്, നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ബാറ്ററിയിലാണ് കേട്ടോ ഇത് പോകുന്നത്. ഈ ഒരു മോഡൽ സത്യം പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഉള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ കാറൊക്കെ വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. ഇങ്ങനെ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു മോഡൽ കാണാറുണ്ട്. അപ്പോൾ പിത്തുവിന് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവൻ ഓടി വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ബൈ.